പുതുപ്പള്ളി സാധുവിനെ നാട്ടിലെത്തിക്കുമ്പോൾ അതിൽ സാധുവിനെ കണ്ടെത്താൻ പ്രദേശവാസികളായ ഫോറസ്റ്റ് വാച്ചർമാരുടെ ഇടപെടൽ കൂടി നിർണായകമായിട്ടുണ്ട് എന്ന വിവരവുമുണ്ട്. കാൽപ്പാടുകൾ പിന്തുടർന്ന് ആന നിൽക്കുന്ന സ്ഥലം കണ്ടെത്തിയത് വാച്ചർമാരാണ്. ഭൂതത്താൻകെട്ടിൽ നെബിൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്താൻ ഒപ്പം നിന്ന ഫോറസ്റ്റ് വാച്ചർമാർ അവർ ഇന്നലെ തൊട്ട് ഉറക്കളിച്ച് ഈ ആനയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇവരൊക്കെ ഈ നാട്ടിലുള്ളവരും അതുപോലെ തന്നെ ഫോറസ്റ്റ് വാച്ചർമാരായി ഈ മേഖലയിൽ കുറേ നാളായി പണിയെടുക്കുന്നവരുമാണ്. ഈ കാടിനെ അറിയുന്നവരാണ്, കാടിനെ അടുത്തറിയുന്ന ആളുകളായിരുന്നു. ചേട്ടാ, എപ്പോഴായിരുന്നു നമ്മൾ സാധുവിനെ കണ്ടെത്തിയത്? ഇവിടെ 8:30 ആനയുടെ കാൽപ്പാടൊക്കെ കണ്ടു. ഇവിടെ ഇപ്പം സാധാരണ കാട്ടാനകളൊക്കെ ഒരുപാട് ഉള്ളതല്ലേ? ഉള്ളതാ. അപ്പോൾ അതുകൊണ്ട് ആക്രമിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഇത് കാട്ടാനാണോ നാട്ടാനാണോ തിരിച്ചറിയാൻ മേലാത്ത രീതിയായിരുന്നു ഇപ്പം ഈ നാട്ടാനൊക്കെ. അപ്പം പിന്നെ അതുകൊണ്ട് ഞങ്ങൾ രാത്രി ഈ ആനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചായിരുന്നു. എങ്ങനെ ഇതിനെ ഒരു തിരിച്ചറിഞ്ഞ എങ്ങനെയാണ്? തിരിച്ചറിഞ്ഞത് പാപ്പൻ കൂടുതലുണ്ടായിരുന്നു, വിളിച്ചു. പാപ്പൻ കൂടുതലുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒച്ചെടുത്തു, സൗണ്ട് കേൾപ്പിച്ചു. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, ഒറ്റ വിളി ഉണ്ടാക്കില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആനങ്ങാതെ നിൽക്കുമായിരുന്നു. ഈ നിങ്ങൾ കാട്ടാനനെ തുരത്താനൊക്കെ പോയിട്ടുണ്ട്. നാട്ടാനനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു സംഭവമല്ലേ? ആദ്യത്തെ സംഭവം, ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണത്. ഈ കാട്ടാനനെ തുരത്താൻ പോകുമ്പോൾ എങ്ങനെയാണ്? ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടാണോ കാട്ടിക്കൂടെ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. നമ്മൾ നോക്കിയിട്ട് പോയില്ലെങ്കിൽ നമ്മളെ തന്നെ തിരിച്ചു ഓടിക്കും, അപകടം ഉണ്ടാവും. അങ്ങനെ ഒരു റിസ്ക് ഒന്നും ഉണ്ടായില്ല അല്ലേ? ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയായിരുന്നു ആനേനെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഭക്ഷണം കൊടുത്തിട്ടാണോ മെരുങ്ങിയത്? അത് തന്നെ, ഭക്ഷണം കൊടുത്തു. ഭക്ഷണം അവർ കൊണ്ടുവന്നു, പഴം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആന പഴം വാങ്ങിച്ചെന്നു. അത് കഴിയുമ്പോൾ പയ്യെ പാപ്പം വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു, വിളിച്ച് തളച്ചു. ഇതിപ്പോൾ ഒരു ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇവിടെ എങ്ങനെയുണ്ട് കാട്ടാനയുടെ ഒരു ശല്യം? ഇപ്പോൾ ഭയങ്കര ശല്യം. ഇവിടെ കാട്ടാന എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന സ്ഥലമാണ്. ഫോറസ്റ്റ് വാച്ചർമാർക്ക് പറയാനുള്ളത് ആദ്യം കാര്യം ഇതാണ്. കാട്ടാനയെ തുരത്തിയൊക്കെ പരിചയമുണ്ട്, കാട്ടാനയെ കാട്ടിലേക്ക് തുരുത്തി വിടുന്ന ആളുകളാണ്. അപ്പോൾ നാട്ടാനയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമവും അത് രാത്രി മുഴുവൻ നീണ്ടു നിന്നൊരു പരിശ്രമത്തിനൊടുവിൽ ഇന്ന് സാധുവിനെ കണ്ടെത്തി അതിനെ തിരികെ നാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ക്യാമറമാൻ MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24.